ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചീരത്തോരനാട്ടോ. അതും സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് ചീരയൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതും സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് തീർത്തു. കാര്യം പറഞ്ഞാൽ ഒത്തിരി ചീരയുണ്ട്, പക്ഷെ നമ്മൾ അരിഞ്ഞു വന്നപ്പോൾ ഒത്തിരി ഉണ്ട് സംഭവം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു ചെറിയൊരു സവാളയൊക്കെ എടുത്ത് നമ്മൾ അരിഞ്ഞ് അത് റെഡിയാക്കിയിട്ട് വേണം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർക്കണം. എന്നാലാണ്, നമ്മൾ ഒത്തിരി സംഭവമൊന്നും ചേർക്കുന്നില്ല. കുറച്ച് പച്ചമുളകും അതുപോലെ കുറച്ച് സവാളയും മാത്രമാണ് എടുക്കുന്നുള്ളൂ. അത് രണ്ടും നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി. സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടിയൊക്കെ എടുത്തിട്ട് അതിനകത്ത് എണ്ണയൊക്കെ വെച്ച് ഇപ്പോൾ നമ്മൾ കടുകൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതൊക്കെ പൊട്ടി വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരിഞ്ഞ് വെച്ചങ്ങനെ സവാളയും അതുപോലെ പച്ചമുളകൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ അത് ഒത്തിരി ഇതാവണ്ട, എന്താ പറയുക, ബ്രൗണിഷ് കളറൊന്നും ആവണ്ട. അപ്പോൾ നമ്മളത് അതിനകത്തേക്ക് ഇട്ട് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ആയി കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ ഒത്തിരി എന്താ പറയുക, ചീരയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഇതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കുക്കിംഗ് പെട്ടെന്ന് നമ്മൾ ആവുകയും ചെയ്യും. ഈ സംഭവം ചീരയൊക്കെ പെട്ടെന്ന് വേകും, ഒത്തിരി സമയമൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് പിന്നെ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഇച്ചിരി ഉപ്പാണ് കേട്ടോ. ഉപ്പും നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഈ സവാളയും മുളകൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് അതോടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെയും നമ്മളത് ഇളക്കി പിന്നെ അതൊന്ന് ഇതായി വരണം. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ചീര ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ഇതായിക്കൊണ്ടിരിക്കുക. മാക്സിമം ഒത്തിരി സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടിയോടും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് നമ്മൾ എല്ലാ കറിയിലും ചേർക്കുന്ന കോമൺ ആയിട്ടുള്ള സംഭവമല്ലോ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതോടും ചേർത്ത് കഴിഞ്ഞാൽ ഫിനിഷാവും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചീര ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ ചീര ഇടുവാണ്, ചീര കുറച്ച് ഇടുവാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചട്ടിയിൽ നിറച്ച് ചീരയായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ചട്ടിയിൽ ഫുള്ള് ചീരയായിരിക്കും. നമ്മൾ വിചാരിക്കും ഒത്തിരി ഉണ്ടാകുന്നു, പക്ഷേ ഈ സാധനം വെന്ത് വന്നു കഴിയുമ്പോഴേ ഒട്ടും ഉണ്ടാവില്ല. അതുപോലെ പെട്ടെന്ന് വേവുകയും ചെയ്യും ചീര. അപ്പോൾ നമുക്കൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് ഒത്തിരി എന്താ പറയുക, സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ സിമ്പിളായിട്ടൊരു ചീരക്കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് ചീരത്തോരനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതുമല്ല, ഏറ്റവും ഗുണമുള്ള സംഭവമാണ് ചീരയൊക്കെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്നിട്ട് ചീരയൊക്കെ ഇട്ട് നമ്മൾ സിമ്പിളായിട്ടത് എന്താണ് ഇളക്കി എടുക്കുക. ഇളക്കാനൊക്കെ പാടാണ്, പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചീര ഇതായി മാറും, അങ്ങ് ഒതുങ്ങും. അതിൻ്റെ ഇങ്ങനെ ഒത്തിരി ആയിട്ട് ഇരിക്കുന്നതൊക്കെ അങ്ങ് ഒതുങ്ങും. നമ്മൾ ഇളക്കി കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് വേണമെങ്കിൽ നമുക്ക് വേവിക്കാം. അന്നേരത്തേക്കും നമ്മുടെ ചീരയൊക്കെ ഒരുവിധം ഒതുങ്ങി നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം മൂടി വയ്ക്കാതെ തന്നെയാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ മൂടി വെച്ചും വേവിക്കാം. ഇങ്ങനെയാണ് ലാസ്റ്റ് ചീരയുടെ ഇത് വരുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം നല്ല രീതിയിൽ. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ.